ഒരാൾ നടക്കുന്ന വേഗത 5 മീറ്റർ പ്രതി സെക്കൻഡാണ്. ഇതേ വേഗതയിൽ സഞ്ചരിച്ചാൽ അയാൾ 2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ യൂണിറ്റ് നോക്കുമ്പോൾ മീറ്റർ പ്രതി സെക്കൻഡാണ് കാണുന്നത്, സെക്കൻഡ്. എന്നാൽ ഇവിടെയോ മണിക്കൂറാണ്. അപ്പോൾ സമയത്തിൻ്റെ യൂണിറ്റ് ഇവിടെ സെക്കൻഡും ഇവിടെ മണിക്കൂറാണ്, ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ ഇത് വേഗതയാണല്ലോ, ആ വേഗത എടുത്തെഴുതി. എത്ര? 5 മീറ്റർ പ്രതി സെക്കൻഡ്. ഇനി വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമ്മൾ 18/5 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ 18/5 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5 × 18/5, 5ഉം 5ഉം വെട്ടിപ്പോയ 18. ഇപ്പോൾ യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്നായി. ഇപ്പോൾ യൂണിറ്റുകൾ ഒരുപോലെ, ഇവിടെ 2 മണിക്കൂർ, ഇതും മണിക്കൂറായി. ഈ വേഗത 18 കിലോമീറ്റർ പ്രതി മണിക്കൂർ പന്താർത്ഥം 1 മണിക്കൂറിൽ 18 കിലോമീറ്റർ സഞ്ചരിക്കും. അതായത് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 18 കിലോമീറ്റർ. നമ്മളെന്താ കണ്ട്? 2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 18 ആണെങ്കിൽ 2 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 18 × 2 ഉത്തരം. 2 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 36 കിലോമീറ്ററാണ് ഉത്തരം. 48 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചാൽ 50 മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരം 40 മിനിറ്റ് കൊണ്ട് എത്താൻ എത്ര വേഗതയിൽ സഞ്ചരിക്കണം? അപ്പോൾ ആദ്യ വേഗത എത്രയായിരുന്നു? മണിക്കൂറിൽ 48 കിലോമീറ്റർ. അങ്ങനെ പോകുമ്പോൾ ആ യാത്ര പൂർത്തിയാക്കാൻ എത്ര സമയം വേണം? 50 മിനിറ്റ്. എന്നാൽ കുറഞ്ഞ സമയത്തിൽ എത്ര? 40 മിനിറ്റ് കൊണ്ട് അതേ യാത്ര പൂർത്തിയാക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേഗത കൂട്ടേണ്ടി വരുമല്ലോ. ആ പുതിയ വേഗതയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ വേഗതകൾ മാറുന്നുണ്ട്, സമയവും മാറുന്നുണ്ട്. മാറാത്തത് എന്താ? ദൂരം മാറുന്നില്ല, അല്ലേ? ഒരു നിശ്ചിത യാത്രയാണ്, അപ്പോൾ ദൂരം ഇവിടെ സ്ഥിരമാണ്. ഇങ്ങനൊരു കണക്ക് വരുമ്പോൾ നമ്മൾ എളുപ്പത്തിലൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. രണ്ടാം വേഗത കാണാൻ ആദ്യ വേഗത × ആദ്യ സമയം രണ്ടാം സമയം. ആദ്യ വേഗത എത്ര? 48 ഇൻറ്റു, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഇവിടെ. എന്നാൽ ഇവിടെ സമയമോ മിനിറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് ഒരുപോലെ ആക്കാൻ ഈ മിനിറ്റിനെ മണിക്കൂറാക്കണം. എങ്ങനെ മിനിറ്റിനെ മണിക്കൂറാക്കുക? 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആദ്യ വേഗത × ആദ്യ സമയം, അതായത് 48 ഇൻറ്റു ആദ്യ സമയത്തിൽ 50 മിനിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 50/60 ഡിവൈഡഡ് ബൈ രണ്ടാം സമയമോ 40 മിനിറ്റ്, അത് എന്ത് ചെയ്യണം? 40/60. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഛേദത്തിൻ്റെ വിക്രമം കൊണ്ട് ഗുണിക്കണം, തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 48 ഇൻറ്റു 50/60 ഇൻറ്റു തിരിച്ചിട്ടു 60/40. നമുക്ക് ഈ 60ഉം 60ഉം വെട്ടിക്കളയാം. 50ലെയും 40ലെയും ഓരോ പൂജ്യങ്ങൾ വെട്ടിക്കളയാം. ബാക്കി 48 ഇൻറ്റു 5/4 എന്ന് വരും. ഈ 48 4ഉം ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുമ്പോൾ 12 4 48. ആ 12 ഇൻറ്റു ഈ 5 15 60 ആണ് എന്ത്? പുതിയ വേഗതയാണ്. അപ്പോൾ 60 യൂണിറ്റ് എന്താ? കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒരു സ്ഥലത്ത് നിന്ന് 2 ബസ്സുകൾ ഒരേ സമയം ഒരേ ദിശയിൽ യാത്ര തുടങ്ങുന്നു. ഒരു ബസ്സിൻ്റെ വേഗത മണിക്കൂറിൽ 38 കിലോമീറ്റർ. രണ്ടാമത്തെ ബസ്സിൻ്റെ വേഗത മണിക്കൂറിൽ 46 കിലോമീറ്റർ ആണ്. ബസ്സുകൾ തമ്മിൽ 6 കിലോമീറ്റർ അകലത്തിൽ എത്താൻ എത്ര സമയം വേണം? അപ്പോൾ ആദ്യ ബസ്സിൻ്റെ വേഗത എത്ര? മണിക്കൂറിൽ 38 കിലോമീറ്റർ. അതായത് 1 മണിക്കൂറിൽ ആ ബസ് 38 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ആദ്യ ബസ് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 38 കിലോമീറ്റർ. അതുപോലെ രണ്ടാമത്തെ ബസ്സിൻ്റെ വേഗത 46 കിലോമീറ്ററാണ്. മണിക്കൂറിൽ 46 കിലോമീറ്റർ. അതായത് 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കും? 46 കിലോമീറ്റർ. രണ്ടാം ബസ് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 46 കിലോമീറ്റർ. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ആദ്യ ബസ് 38 കിലോമീറ്റർ അകലത്ത് എത്തിയിട്ടുണ്ടാവും. അതേസമയം 1 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമത്തെ ബസ്സോ 46 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിരിക്കും. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ ബസ്സുകൾ തമ്മിൽ എത്ര അകലുണ്ടാവും? 46 38 കുറച്ചാൽ 8 കിലോമീറ്റർ. 1 മണിക്കൂറിൽ ബസ്സുകൾ തമ്മിലുള്ള അകലം 8 കിലോമീറ്റർ. 1 മണിക്കൂറിൽ അകലം 8 കിലോമീറ്റർ എന്ന് പറയുന്ന അർത്ഥം നമുക്ക് തിരിച്ച് ചിന്തിക്കാം. 8 കിലോമീറ്റർ അകലുണ്ടാവാൻ 1 മണിക്കൂർ വേണം. 8 കിലോമീറ്റർ അകലമുണ്ടാവാൻ 1 മണിക്കൂർ. അപ്പോൾ 1 കിലോമീറ്റർ അകലുണ്ടാവാനോ? 1 കിലോമീറ്റർ അകലം ഉണ്ടാകാൻ വേണ്ട സമയം 1/8 മണിക്കൂർ. ഇത് 1 കിലോമീറ്റർ അകലുണ്ടാവാൻ നമ്മുടെ ചോദ്യം എന്താ? ബസ്സുകൾ തമ്മിൽ 6 കിലോമീറ്റർ അകലുണ്ടാവാനോ? അപ്പോൾ 6 കിലോമീറ്റർ അകലമുണ്ടാവാൻ വേണ്ട സമയം നമ്മൾ ഈ കിട്ടിയതിനെ, അതായത് ഇത് 1 മണിക്കൂർ 1 കിലോമീറ്റർ അകലുണ്ടാവാൻ വേണ്ട സമയമാണ്. അപ്പോൾ 6 കിലോമീറ്റർ അകലുണ്ടാവാൻ വേണ്ട സമയം ഇതിനെ 6 കൊണ്ട് ഗുണിക്കുക. 1/8 × 6
നമുക്ക് 2 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ മുകളിൽ 3 2 6 താഴെ 4 2 8. അപ്പോൾ 3/4 മണിക്കൂർ സമയമാണല്ലോ അത്. 3/4 മണിക്കൂർ, 3/4 മണിക്കൂർ പറഞ്ഞർത്ഥം 45 മിനിറ്റാണ് ഉത്തരം. ഒരാൾ 108 km/മണിക്കൂർ വേഗതയിൽ കാറിൽ സഞ്ചരിക്കുന്നു. 15 സെക്കൻഡ് കൊണ്ട് അയാൾ സഞ്ചരിക്കുന്ന ദൂരം എത്ര? നോക്കുമ്പോൾ യൂണിറ്റ് നോക്കുമ്പോൾ ഇവിടെ മണിക്കൂറാണ്, ഇത് സെക്കൻഡാണ്. അപ്പോൾ യൂണിറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ യൂണിറ്റുകൾ നമ്മൾ ഏകീകരിക്കണം. അപ്പോൾ നമ്മൾ സമയം എഴുതിയ സമയം എത്ര? 15 സെക്കൻഡ്. വേഗത വേഗത എത്ര? 108 km/മണിക്കൂർ. ഈ വേഗത യൂണിറ്റ് km/മണിക്കൂറിൽ നിന്ന് മീറ്റർ/സെക്കൻഡ് ആക്കാൻ, വേഗത യൂണിറ്റ് km/മണിക്കൂറിൽ നിന്ന് മീറ്റർ/സെക്കൻഡ് ആക്കാൻ നമ്മൾ 5/18 എന്ന സ്ഥിരസംഖ്യയോട് ഗുണിച്ചാൽ മതി. അപ്പോൾ 108 × 5/18. ഈ 18 108 ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ 18 108 വെട്ടിച്ചെടുക്കുമ്പോൾ 6 18 108 എന്ന് വരും. ആ 6ഉം 5ഉം ഗുണിച്ചാൽ 30 മീറ്റർ/സെക്കൻഡ്. ഇപ്പോൾ യൂണിറ്റ് ഒരുപോലെ സമയം ഇവിടെ സെക്കൻഡാണ്, വേഗതയിലും മീറ്റർ/സെക്കൻഡായി. എന്താ കാണേണ്ടത്? ദൂരം കാണും. ദൂരം കാണാൻ സൂത്രവാക്യം എന്താ? സമയം ഇൻറ്റു വേഗത. വില കൊടുത്തു. സമയം എത്ര? 15 ഇൻറ്റു വേഗത എത്ര? 30. 15 ഇൻറ്റു 30 450. ഇത് ദൂരമാണ്. ദൂരത്തിന് യൂണിറ്റ് ഇവിടെ എന്താ വരുന്നത്? മീറ്ററാണ് അല്ലേ? ഇവിടെ വേഗതയിൽ കണ്ടില്ലേ മീറ്ററിന്. അതുകൊണ്ട് ദൂരം എത്രയാണ്? 450 മീറ്റർ. ഒരാൾ യാത്രയുടെ ആദ്യ 40 കിലോമീറ്റർ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിലും അടുത്ത 25 കിലോമീറ്റർ മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിലും ബാക്കിയുള്ള 100 കിലോമീറ്റർ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നു. മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത എത്ര? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ ശരാശരി വേഗതയാണ് കാണേണ്ടത്, അതായത് ആവറേജ് സ്പീഡ് കാണണം. ഈ ആവറേജ് സ്പീഡ് കാണുന്ന കണക്ക് 2 തരമുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം വന്നാൽ അത് ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നോക്കൂ, ഒരു യാത്രയുടെ 3 ഘട്ടങ്ങളാണ്. ആദ്യ ഘട്ടത്തിൽ ദൂരം എത്ര? 40 കിലോമീറ്റർ. അടുത്ത ഘട്ടത്തിൽ ദൂരം 25 കിലോമീറ്റർ. അടുത്ത ഘട്ടത്തിൽ ദൂരം 100 കിലോമീറ്റർ. അപ്പോൾ ഓരോ ഘട്ടത്തിലും ദൂരം വ്യത്യാസമുണ്ട്. നമ്മൾ അതാണ് നോക്കേണ്ടത്. ഒരു യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ ദൂരം വ്യത്യസ്തമാണെങ്കിൽ, ഇതിൽ വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഈ തരത്തിൽ നമ്മൾ കണക്ക് ചെയ്യും. ദൂരം വ്യത്യസ്തമല്ല, ഒരു യാത്രയുടെ പല ഘട്ടങ്ങളിലും ദൂരം ഒരുപോലെയാണെങ്കിലോ നമ്മളൊരു സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യും, അതായത് 2xy/x+y. അപ്പോൾ ഈ കണക്ക് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സമയം സമം ദൂരം ബൈ വേഗത എന്ന സൂത്രവാക്യം. ഇനി നമ്മൾ ഓരോ ഘട്ടത്തിലെത്തി സമയം കാണാണ്. ആദ്യ ഘട്ടത്തിൽ സമയം കാണാൻ ആദ്യ ദൂരത്തെ ആദ്യ വേഗത കൊണ്ട് ഹരിക്കുക. ആദ്യ ദൂരം എത്ര? 40. വേഗത എത്ര? 10. 40/10 സമയം 4 മണിക്കൂർ. അടുത്ത ദൂരം 25 കിലോമീറ്റർ. എത്ര വേഗത? 5 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്. അപ്പോൾ 25/5 5 മണിക്കൂർ. അതുപോലെ മൂന്നാമത്തേൽ ദൂരം 100 കിലോമീറ്റർ. വേഗത 50 കിലോമീറ്റർ. അപ്പോൾ 100/50 2 മണിക്കൂർ. അപ്പോൾ 3 ഘട്ടങ്ങളെത്തിയും സമയം കിട്ടി. ഇനി ശരാശരി വേഗത കാണുന്ന സൂത്രവാക്യം ആകെ ദൂരം ബൈ ആകെ സമയം. ആകെ ദൂരം പറഞ്ഞാൽ എല്ലാ ദൂരങ്ങളും കൂടി കൂട്ടുക. എത്രയൊക്കെയാണ്? 40 കിലോമീറ്റർ, 25 കിലോമീറ്റർ, 100 കിലോമീറ്റർ. അപ്പോൾ 40 + 25 + 100 ഹോൾ ഡിവൈഡഡ് ബൈ ആകെ സമയം. ഈ കിട്ടിയ സമയങ്ങളെല്ലാം കൂടി കൂട്ടുക. 4 + 5 + 2. അംശങ്ങൾ കൂട്ടുമ്പോൾ 40ഉം 25ഉം 65ഉം 100ഉം 165 എന്ന് വരും. ബൈ ഛേദങ്ങൾ 4 5 9 2 11. 165/11 ഹരിച്ച 15 11 165 15. ഇത് ശരാശരി വേഗതയാണ്. യൂണിറ്റ് km/മണിക്കൂർ. ഒരു വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് മണിക്കൂറിൽ 2.5 കിലോമീറ്റർ വേഗതയിൽ നടന്നപ്പോൾ 6 മിനിറ്റ് വൈകിയാണ് സ്കൂളിലെത്തിയത്. അടുത്ത ദിവസം 1 കിലോമീറ്റർ/മണിക്കൂർ വേഗത കൂട്ടിയപ്പോൾ 6 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തി. സ്കൂളും വീടും തമ്മിലുള്ള അകലം എത്ര? ഇങ്ങനൊരു കണക്ക് വന്നാൽ നമുക്ക് എളുപ്പത്തിലൊരു സൂത്രവാക്യം ഉപയോഗിച്ച് കണക്ക് ചെയ്യാം. അതായത് S1 × S2/S1 - S2 × T. ഈ S1ഉം S2ഉം 2 സ്പീഡുകൾ, 2 വേഗതകൾ. T എന്ന് പറഞ്ഞാൽ സമയം. അപ്പം വേഗതകൾ എത്രയാണ്? 2.5. അടുത്തത് 1 കിലോമീറ്റർ വേഗത കൂട്ടിയെന്നാണ്. അപ്പോൾ ആദ്യത്തെ വേഗത മണിക്കൂറിൽ 2.5 കിലോമീറ്റർ. അപ്പോൾ അടുത്തത് എത്ര വരും? 3.5. ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 3.5. അതാണ് ഇവിടെ 3.5 × 2.5 അല്ലേ? ആദ്യത്തെ വേഗത 2, അടുത്തത് 1 കൂട്ടി 3.5. അപ്പോൾ 3.5 × 2.5/3.5 - 2.5 × T എന്ന് പറയുന്നത് എത്രയ്ക്ക് സമയങ്ങൾ? 6 മിനിറ്റ് വൈകി, 6 മിനിറ്റ് നേരത്തെ. ഈ 6ഉം 6ഉം കൂടി കൂട്ടുക. ഈ സമയത്തിൻ്റെ ഇടവേളകൾ കൂട്ടുക. 6 മിനിറ്റ് വൈകി, 6 മിനിറ്റ് നേരത്തെ. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുക. 6ഉം 6ഉം 6 + 6. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ അത് മിനിറ്റാണ്. അപ്പോൾ 6 + 6 കൂട്ടി
എന്നിട്ട് ഇതൊക്കെ നമുക്ക് എന്താണ് വേഗത കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്, അവിടെ മണിക്കൂറിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മിനിറ്റിനെ മണിക്കൂറാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്, മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 3.5 ഇൻറ്റു 2.5 3.5 മൈനസ് 2.5 ഇൻറ്റു 6 + 6/60. 3.5 മിശ്രഭിന്നം മാറ്റുമ്പോൾ 3 2 6 1 7/2 ഇൻറ്റു ഇത് ഈ 2 4 5/2 ബൈ 3 2 കുറച്ച 1 ഇൻറ്റു 6 6 12/60. അപ്പോൾ 7/2 ഇൻറ്റു 5/2 ഈ ബൈ 1 കൊണ്ട് മാറ്റമൊന്നും വരില്ലല്ലോ, ഇൻറ്റു ഇത് നമ്മൾ 12 കൊണ്ട് പിടിച്ചു കൊടുക്കി. 1 12 12 12 60 1/5 എന്ന് വരും. ഇതിൽ നമുക്ക് 5ഉം 5ഉം വെട്ടിക്കളയാം. ബാക്കി അംശങ്ങൾ 7 ഇൻറ്റു 1 7/2 ഇൻറ്റു 2 4 7/4. ഇതെന്താണ്, അകലാണ്. അപ്പോൾ കിലോമീറ്റർ. ഈ 7/4 നമുക്കിതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം, മിശ്രഭിന്നാക്കി മാറ്റാം. 7 4 ഒരു തവണ 1 4 4 ശിഷ്ടമുള്ള ഒരു 3 വരുന്നുണ്ട് ബൈ ഛേദം 4. അപ്പോൾ ഉത്തരം 1.25 കിലോമീറ്ററാണ് സ്കൂളും വീടും തമ്മിലുള്ള അകലം. നമുക്ക് കഴിഞ്ഞ കണക്ക് പോലെ ഒരു ചോദ്യം കൂടി നോക്കാം. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 15 മിനിറ്റ് താമസിച്ചെത്തി. മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചു എങ്കിൽ 5 മിനിറ്റ് നേരത്തെ എത്തുമായിരുന്നു. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമാണ്? കഴിഞ്ഞ ചോദ്യം പോലെയാണ്. നമുക്ക് ആ സൂത്രവാക്യം എടുക്കാം. S1 ഇൻറ്റു S2 ബൈ S1 മൈനസ് S2 ഇൻറ്റു ടി. S1ഉം S2 എന്താ, വേഗതകൾ. എത്രയൊക്കെയാണ് വേഗതകൾ? മണിക്കൂറിൽ 25 കിലോമീറ്റർ, പിന്നെ മണിക്കൂറിൽ 30 കിലോമീറ്റർ. അപ്പോൾ 25ഉം 30ഉം 30 ഇൻറ്റു 25 ബൈ 30 മൈനസ് 25 ഇൻറ്റു ടി പറഞ്ഞ സമയത്തിൻ്റെ ഇടവേള. ആദ്യം 15 മിനിറ്റ് താമസിച്ചെത്തി, പിന്നെ 5 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ ഇടവേള ഈ രണ്ടും കൂടി കൂട്ടുക, 15ഉം 5ഉം കൂടി കൂട്ടുക. 15 + 5. പക്ഷേ എന്താണ്, ഇത് 2 മിനിറ്റാണ്. മറ്റേത് മണിക്കൂറിൽ 25. അതൊക്കെ മണിക്കൂറാണ് സമയത്തിൻ്റെ യൂണിറ്റ്. അതുകൊണ്ട് ഈ മിനിറ്റിനെ കൂടി മണിക്കൂറാക്കണം. അതിനാണ് മിനിറ്റിനെ മണിക്കൂറാക്കാൻ ബൈ 60. അപ്പം 30 ഇൻറ്റു 25 ഗുണിക്കുമ്പോൾ 750 വരും. 3 25 75 ഒരു 0 ബൈ 30 25 കുറച്ച 5 എന്ന് വരും ഇൻറ്റു 15 5 20/60. 750നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 15 5 75 ഒരു 0 150 വരും ഇൻറ്റു ഇവിടെ 20 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 1 20 20 3 20 60 1/3 വരും. 150 ഇൻറ്റു 1/3 പറയും. 150 ഇൻറ്റു 1 150/3 ഹരിക്കുമ്പോൾ 3 15 ഒരു 0 50 ഓഫീസിലേക്കുള്ള വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഉത്തരം 50 കിലോമീറ്റർ.